ഇല്ലല്ലോ. പേടിച്ചിട്ട് വരാതിരിക്കുന്നതായിരിക്കും. പേടിക്കണം, പേടിക്കും. ഈ ചോണറത്തല ഭവാനിയോട് സംസാരിക്കുമ്പോഴേ പേടിക്കണം. ഇന്ന് ചോനറത്തല ഭവാനിനെ ഞാൻ പൂട്ടും. ഞാനും പൂട്ടും. എന്താ അമ്മയുടെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്താ അമ്മയുടെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? അടുക്കള വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? അത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് നീ ഉടനെ എന്നോട് പ്രശ്നം ഉണ്ടാക്കും. ആ ഉറപ്പാണ് ഞാൻ ഉണ്ടാക്കും. നീ അല്ലെങ്കിലും വായാടിയാ. ഞാൻ വായാടിയാണ്. എനിക്ക് അമ്മയുടെ സ്വഭാവം കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വായാടി. സ്വഭാവം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ ഇത്? കാസറ്റ് ഇരിങ്ങാനുണ്ടല്ലോ അടി കണ്ടിട്ട്. അമ്മ പാട് നോക്കി പോകും. നിന്റെ പാട് നോക്കി പോ. എന്തേ അണച്ചാ? നീ അണച്ചാ? അണച്ച്. നമുക്ക് വിട്ടിരുന്നാലോ? വരുമ്പോ ഇത്തിരി വെള്ളം കൊണ്ടുകൂടായിരുന്നു? അത് മറന്നുപോയി. പുറകോട്ട് വീടരുത്. തീർന്നേട്ടാ. തളം 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 തളം. എന്താടാ ഫോണോടെ എന്തിന് കാര്യം പേര് വെച്ചേ? ഞാൻ അമ്മയാ. കഴിഞ്ഞ അല്ല മഴ കഴിഞ്ഞ ചെറിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് അവര് പാമ്പിടിച്ചിട്ടെല്ലാം അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാകും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം. എനിക്കും ഒരു ആശ്വാസം ഉണ്ടെന്നേ. ഇല്ലേ? ഭയങ്കര ആശ്വാസം. ഇപ്പോഴാണ് ഇച്ചിരി ശ്വാസം വേണം. അതെ ഇപ്പഴാ ശ്വാസം നേരെ വീണു. പക്ഷെ കാലിന് നല്ല വേദനയുണ്ട് കേട്ടോ. ആണല്ലേ? സാരല്ല, പോടി, ഞാൻ തിരുമ്മി തരാം. കാണാൻ പറ്റിയില്ല മൊത്തം. കൊള്ളായിരുന്നാ? വലിയ കുഴപ്പമില്ലായിരുന്നു. മഴക്കാണെന്ന് നേരത്തെ മനസ്സിലായില്ലേ? പിന്നെ നടക്കുന്ന എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചോളെ ഇരിപ്പ. ഇതെടുക്കുമായിരുന്നു ഇവിടെ. ഞങ്ങള് വെറുതെ സംസാരിക്കാൻ കാറ്റൊക്കെ കൊണ്ട് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് ചുമ്മാ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്ന കണ്ടായിരുന്നു. ഒരു കാറ്റ് മുഴുവൻ കൊണ്ടു കഴിഞ്ഞോ? ഒരു സമാധാനം കിട്ടിയോ? നല്ല ക്ഷീണം ഉണ്ടല്ലോ രണ്ടുപേർക്കും. ക്ഷീണോ? അത് ചൂടിന്റെ ആയിരിക്കും. ആണല്ലേ? വഴക്കൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? വഴക്കോ? അതെ, വഴക്ക്. കഴിഞ്ഞല്ലേ? എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു നിങ്ങൾ തമ്മിൽ നല്ല വഴക്കാണ്. ആ വഴക്ക് തീർക്കാൻ ഇവിടെ തന്നെ ലാസ്റ്റ് വരുന്നത്. എങ്ങനെയാന്ന് ചോദിക്കും. എങ്ങനെ മനസ്സിലായി? ഞാനും അച്ഛനും കൂടി രാവിലെ ഇവിടെ വന്ന് ഒരു റൗണ്ട് വഴക്ക് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. രാവിലെ ഓർക്കുന്നില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനും അച്ഛനോടെ കയറി വന്നത്, അച്ഛന് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അച്ഛന് നാക്ക് കൊഴയുന്നു എന്നൊക്കെ പറഞ്ഞത്. അത് തന്നെ. മിനിമം ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് നല്ലൊന്നാന്തര ഒരു വഴക്ക് കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുമാണ് അച്ഛനും എനിക്ക് മനസ്സമാധാനമായത്. ആണല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു മനസ്സമാധാനം കിട്ടിയില്ലേ? കിട്ടി. അയ്യോ, എന്തൊരു സന്തോഷാന്ന് നോക്കിയ അമ്മയ്ക്ക്. ഈ സന്തോഷവും സമാധാനമായിരുന്നു എനിക്കും അച്ഛനും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മനസമാധാനമായിട്ടൊന്ന് വഴക്കൂടാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ നിന്ന് വഴക്കിട്ട ഞങ്ങൾക്ക് നാണക്കേടല്ലേ? അത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വഴക്കിടാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്ന് വഴക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേന്
അയ്യോ എന്തൊരു മനസ്സമാധാനാന്നറിയാവോ? അപ്പോഴെന്തായാലും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ അല്ലേ? സമാധാനം ആയല്ലോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോയാലോ? പോവാ അമ്മമ്മ. എന്നാ പോ. വാ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാട്ടെ.